നാട്ടിലേക്ക് ഞാനൊരു വലിയ ലിസ്റ്റ് സാധനങ്ങൾ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വരാനുള്ള വെയിറ്റിംഗ് ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത. അങ്ങനെ അറ്റ് ലാസ്റ്റ് അതെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. എല്ലാം മിച്ചറും തക്കാളി മുറുക്കൊക്കെ ഞാൻ മിസ് ചെയ്യായിരുന്നു. പിന്നെ എന്റെ ഫേവറേറ്റ് ചക്കവറുത്തതും ഉണ്ടായിരുന്നു. ഈ ബോക്സ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്തതായിരുന്നു കേട്ടോ. സുറുമി എന്തോ ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് കൊടുത്തയച്ചതായിരുന്നു. ഈ ബോക്സ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഓവർ റിയാക്ട് ചെയ്ത് കൊളവാക്കുന്നതാണ്. പക്ഷെ അല്ല ഗൈസ്, ഇതിൻ്റെ ഒറിജിനൽ റിയാക്ഷൻ ഇങ്ങനെ തന്നെയായിരുന്നു. ആ ബോക്സിലാണെങ്കിൽ ഫുൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്സ് ഒക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ട് ഞാൻ ഞെട്ടി വണ്ടടിച്ചിരിക്കുകയായിരുന്നു. ഇതാണെങ്കിൽ അൻവറിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അലുവയായിരുന്നു. സത്യത്തിൽ അച്ചാറാന്ന് വിചാരിച്ചായിരുന്നു ഞാനിത് തുറന്നത്. പിന്നെ സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു മനസ്സിലായ നല്ല നെയ്യിൽ വരട്ടിയെടുത്ത ചക്കയായിരുന്നു കേട്ടോ. അടുത്തതാണെങ്കിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ചക്ക അടയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതെല്ലാം കഴിച്ചപ്പോഴല്ലോ നാട്ടിലെത്തിയൊരു ഫീൽ ആയിരുന്നു. പിന്നെ ഒരു കവർ നിറച്ച് എള്ളുണ്ട ഉണ്ടായിരുന്നു ഗൈസ്. അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ബീഫും ചിക്കനൊക്കെ കൂട്ടി ഡിന്നർ എല്ലാം കഴിച്ച് കിടന്നുറങ്ങാം ഗൈസ്. സോ ടാറ്റാ ബൈ.